ഞാനിന്നേ ആകെ നിരാശനാ. നമ്മുടെ ടാർഗറ്റ് എങ്ങും എത്തിയിട്ടില്ല. മാസം 25 കഴിഞ്ഞു. ഒരു 25 പവന്റെ മാലെങ്കിലും പൊട്ടിക്കാണ്ട് എങ്ങനെയാ രക്ഷപ്പെടുക? ശമ്പളം തരണ്ടേ? അത് എവിടെ നിന്ന് കിട്ടും? ആകെ വിജയം പൊട്ടിച്ച 2 മാലയാ. ആ 2 കോപ്പിലെ ഒരു ഉപ്പുണ്ടോ? പിന്നെ എവിടെ നിന്നാണോ നീ ശമ്പളം കിട്ടുക? എന്ത് ശങ്കരനാണോ? ഏത് ശങ്കരേ? എല്ലായിടത്തിലും CC ക്യാമറ ഉണ്ട്. പിന്നെ എങ്ങനെ സാറേ പൊട്ടിക്ക? ആ മുഖം മൂടിയിട്ട് പോയാലും മനസ്സിലാവൂലേ? അതിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഭൂഖണ്ഡങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ടെക്നോളജി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴി ഒന്ന് ആലോചിക്കാം. തൽക്കാലം ഇങ്ങനത്തെ അങ്ങോട്ട് പോട്ടെ. ഇനി 10 പവന്റെ മാലെങ്കിലും ശങ്കരൻ പൊട്ടിച്ചില്ലെങ്കിൽ ശങ്കരൻ താഴേക്കല്ല മുകളിലേക്ക് തപ്പൊന്നല്ല ശങ്കര, പൊട്ടിച്ചിരിക്കണം ശങ്കരൻ. അതോ പൊട്ടിച്ചിരിക്കണം മാല. ഓക്കെ അല്ലേ? ഓക്കെ. എൻ്റെ സുമേച്ചി, ഗോൾഡിനൊക്കെ എന്തൊരു വിലയാണ്. എൻ്റെ മരുമൊക്കെ കല്യാണം, ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുക. എൻ്റെ മോളും ഇങ്ങനെ വില കയറി എന്താക്കും കല്യാണമൊക്കെ കഴിച്ചുകൊണ്ട് പോകാൻ. എന്ത് ചെയ്യാനാ? സദ്യച്ചി എങ്ങോട്ടാ യാത്ര? എനിക്കൊന്ന് ബാങ്ക് വരെ പോകണം. എൻ്റെ മാല ഒന്ന് പണയം വെക്കണം. പിന്നെ വീടിൻ്റെ പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. മാല പണയം വെച്ചിട്ടാ വീടിന്റെ പണി നടത്തുന്നേ? വേണ്ടേ? വീടേക്കാളും വിലയല്ലേ ഇപ്പൊ സ്വർണ്ണത്തിന്? കുഴപ്പമില്ലെന്നേ, അത് എപ്പോഴെങ്കിലും വാങ്ങാലോ, പ്രശ്നമില്ല. നീ എങ്ങോട്ടേക്കാ? നാളെ ഷോപ്പില്. എന്നാ ശരി, ഓക്കെ. ശങ്കര, നീ അവര് പറഞ്ഞിട്ട് പോയത് എന്താന്ന് കേട്ടോ? കേട്ടു. എന്നാ വേഗം പോയിട്ട് മാല പൊടിച്ചിട്ട് വാ. ഞാൻ ആരാ ബിരുദൻ? ഇതിനും വലിയ നിഷ്പ്രയാസാണ്. ആരെങ്കിലും വന്നാൽ ഫ്രാങ്കാണെന്ന് പറഞ്ഞാൽ മതി. അതെ, മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതാണെന്ന് പറഞ്ഞാൽ മതി. വേഗം പോയിട്ട് വാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേഗം ഓടിയിട്ട് വാ. എന്റെ മാല എന്റെ മാല. അയ്യോ, എന്റെ മാല ഒട്ടിച്ചു പോയി. എന്റെ ഭഗവാനെ, എന്റെ വീട് പണിയാൻ വെച്ച മാലയായിരുന്നു. അയ്യോ, എന്റെ മാല പൊട്ടിച്ചെടുത്തിന് ഓടിപ്പോയി. ഇങ്ങോട്ടാ പോയത്? എന്റെ ദൈവമേ, ഇനി ഞാനെന്ത് ചെയ്യും ഭഗവാന്? എന്റെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ ഈശ്വരാ. അവിടെ പെണ്ണുങ്ങൾ കടന്ന് കരയുന്നുണ്ടല്ലോ, മാല പൊട്ടിച്ചെന്ന് പറഞ്ഞ്. ഇതിലാരെങ്കിലും പോണ കണ്ടിരുന്നോ? അതല്ല, ഒരു മത്സരത്തിന് വെച്ചതാണ്. ഇതൊരു ഫ്രാങ്കാ. ഫ്രാങ്കായിരുന്നു? ഓ, ഞാൻ പേടിച്ചു പോയി. ഫ്രാങ്ക് ആണല്ലേ? അതെ. കഴിഞ്ഞ ആഴ്ച ഫ്രാങ്ക് ഞാൻ കണ്ടിരുന്നു. ഒരു പെൺകുട്ടിയുടെ ചന്തിക്ക് മൈലാഞ്ചി എടുത്തു. ആ മോഡൽ ഫ്രാങ്ക് ആണോ? അത് ഭയങ്കര വിവാദമായ കേസല്ലേ? പക്ഷെ അതുപോലെയല്ലല്ലോ ആ സ്ത്രീ അവിടെ കിടന്ന് കരയുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? ഷൂട്ട് ചെയ്യണത് കാണുന്നില്ലേ? ഇതൊക്കെ ഷൂട്ടിംഗ് ആണ്. ഇതൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണ്. ഓ, നിങ്ങളെ ആൾക്കാരാണോ? അതെ അതെ അതെ. ഓ ശരി. ഹലോ സാർ, ഹലോ.
ആ സാറേ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിയാണ്, വീട്ടിലേക്ക് പോവാണ്. ആ എവിടുന്നാ സാർ? മാല പൊട്ടിച്ചോ? എവിടുന്ന്? നേതാജി നഗറോ? ഞാൻ നേതാജി നഗറിലുണ്ട്. ഞാൻ നേതാജി നഗറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ സാർ, ഓക്കെ ഞാനിപ്പോൾ വരാം. ഓക്കെ സാർ. നിക്കടാ മാല മോഷിക്കല പണി? അല്ല സാർ, ഞാൻ തിരുട്ടു പയ്യല്ല സാർ, എങ്ക പാറ് പ്രാങ്ക് തന്നെ. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഗോവിന്ദസ്വാമിനെ പിടിച്ച പോലീസ് എസ് ഐ അത്. എന്നെ പിടിക്കാൻ എത്ര പ്രയാസമുണ്ടോ എനിക്ക്? തിരുട്ടു പയ്യല്ല സാർ. ഇത് എവിടെന്നാ മോഷിച്ചത്? പാറ് സാർ, പ്രാങ്ക് തന്നെ, പ്രാങ്ക്. ഈ പോലീസുകാരാണ് പ്രാങ്ക് ആക്കുന്നത്. നടക്ക് സ്റ്റേഷനിലേക്ക്, നടക്കണ സ്റ്റേഷനിലേക്ക്. മാല മോഷണം എന്റെ പതിവ് ഇല്ലേ? നടക്ക് സ്റ്റേഷനിലേക്ക്. അയാളെ പോലീസ് പിടിച്ചോ? ഇതും പ്രാങ്ക് ആയിരിക്കും. ഇപ്പം ചാനൽ മൊത്തം പ്രാങ്ക് അല്ലേ?